ക്ലച്ചിനകത്തിന്റെ വിരൽ അമ്മി പോട്ടാ. കേറി വന്ന വഴിയൊക്കെ അങ്ങ് താഴെ കാണാൻ പറ്റുന്നുണ്ട് ഫുള്ള്. ഓഫ് റോഡ് അല്ലാണ് മോനിപ്പോൾ. ഫുള്ള് കുഴിയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് പീലിക്കുന്നിലേക്കാണ്. പീലിക്കുന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് കട്ട ഓഫ് റോഡാണ്. 2 വീലറിനും 4x4 ജീപ്പിനും മാത്രമേ നമുക്ക് ഇതുവഴി വരാൻ പറ്റുള്ളൂ. കല്ലുകളാണ് ഈ കിടക്കുന്നത് മൊത്തം. ഫുൾ ഓഫ് റോഡെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണ്. വണ്ടിയൊക്കെ വലിയ പാടുപെട്ടാൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബൈക്കൊക്കെ വലിയ പാടുപെട്ടാൽ നമുക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ. കട്ട ഓഫ് റോഡെന്ന് പറഞ്ഞാൽ കട്ട ഓഫ് റോഡാണ്. ഇത് ശരിയായിരുന്നു കേട്ടോ. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് പീലിക്കുന്നിലേക്കാണ്. അമ്മച്ചിക്കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബൈക്കും ഓഫ് റോഡ് ജീപ്പുകളും മാത്രമേ ഇവിടെ വരാറുള്ളൂ. നമ്മൾ പീലിക്കുന്നിലേക്ക് നടക്കുന്ന ഇതാണ് വഴിയാണ്. ഫുള്ള് കയറ്റമാണ്. മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആ വ്യൂ ആണ് പീലിക്കുന്നിൻ്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ആ മലയുടെ ആ കുന്നിൻ്റെ മുകളിൽ കയറിയാൽ മാത്രമേ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് അതിൻ്റെ ഇത്. കൂടെ ആദിശമുണ്ട്. അയ്യോ, അവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നുള്ള എങ്ങോട്ട് ക്യാമറ വെച്ചാലും 360 ഡിഗ്രി നല്ല രസമാണ് കാണാനായിട്ട്. ഫുൾ അടിപൊളി. പച്ചപ്പൊക്കെ അടിപൊളിയാണ് കാണാനൊക്കെ. കണക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല കയറ്റമാണ്, കുത്തനെ കയറ്റം. ഭയങ്കര കയറ്റം കേട്ടോ. കുത്തനെ കിടക്കുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾ കയറി വന്ന ഇത് നോക്കി അറിയാം. താഴോട്ട് ഫുള്ള് ഇതാണ് ഇറക്കം. അതുപോലെ തന്നെ കാണാൻ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. രക്ഷയില്ല. ഫുള്ള് വ്യൂ ആണ് ഇതിൻ്റെ. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പീലിക്കുന്നിൻ്റെ പകുതിക്ക് വെച്ചുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എവിടെ ക്യാമറ വെച്ചാലും ഭയങ്കര രസമാണ്. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് മാത്രം. നമ്മുടെ വണ്ടി അങ്ങ് താഴെ.
പീലിക്കുന്നിലേക്ക് ഇനി കുറച്ചുകൂടെ കയറാനുണ്ട്. ഈ കുന്നിൻ്റെ മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കുള്ളതാണ്, നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്, അതിമനോഹരമായ വ്യൂ ആയിരിക്കും. കുറേ ഉണ്ട്. ആൾക്കാരൊക്കെ നടപ്പാത ഇതുവഴിയുണ്ട്. ഇവിടെ നടന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഭയങ്കര കയറ്റമാണ്. അങ്ങ് അതിൻ്റെ ആ കുന്നിൻ്റെ നിറകെ കയറണം. രക്ഷയില്ല, അണച്ച് കയറുന്ന ഈ വഴിയിലൂടെയാണ് മുകളിലേക്ക് കയറേണ്ടത്. ഫുള്ള് പുല്ലൊക്കെ ആയിട്ട് നടന്നിരിക്കുകയാണ്. രക്ഷയില്ല, ഫുള്ള് പുല്ലോട്ട്. എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ്. എൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. പൊളി വ്യൂ ആണ്. നമ്മൾ പീലിക്കുന്നിൻ്റെ മുകളിൽ ഏകദേശം എത്തണം. ആ കുന്നൂടെ കയറിയാൽ മതി. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അയ്യോ, അണച്ചിട്ടൊരു പക്ഷേ താഴേക്കുള്ള വ്യൂ മഞ്ഞൊക്കെ കയറി. അപ്പോൾ നമുക്ക് മേളിൽ നിന്നുള്ള വ്യൂവും കൂടെ നമുക്ക് നോക്കാം. രക്ഷയില്ല കേട്ടോ. വ്യൂ എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ. അടിപൊളി. കയറി നടന്ന് അണച്ചു. മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഓക്സിജൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വ്യൂ അങ്ങ് വരെ നീണ്ടു കിടക്കും കേട്ടോ. ഒരു രക്ഷയില്ല, ഫുള്ള് പൊളി. താഴോട്ട് ഇറങ്ങി നിങ്ങൾക്കൊരു വ്യൂ കാണിച്ചു തരാം. മോനു എടാ ഇറങ്ങുമ്പോൾ തന്നെ അല്ലേ. രക്ഷയില്ലാത്ത വ്യൂ. കൊള്ളാം. നമുക്ക് ആ കുന്ന് വരെ കൂടെ പോയി നോക്കാം. ഫുള്ള് ലെമൺ ഗ്രാസ് ആണ്. ഇതിന് ലെമൺ ഗ്രാസ് എന്നല്ല നമ്മളിപ്പോൾ പറയുന്നത്, ആ തോന്നുന്നല്ലേ. ഫുള്ള് ലെമൺ ഗ്രാസ് ആണ്. രക്ഷയില്ലാത്ത വ്യൂ ആണ്. അവിടുത്തെ വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. എങ്ങോട്ട് ക്യാമറ വെച്ചാലും സൂപ്പർ. നമ്മളങ്ങ് കയറി വന്ന വഴിയൊക്കെ അങ്ങ് താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ളൊക്കെ നമ്മൾ കയറി വന്നത് കുട്ടിക്കാനം ഭാഗത്തേക്ക് കയറി വന്നേക്കുന്നത്. ഇതിനകത്ത് നിന്നൊരു ഫോട്ടോ എടുത്തത് രക്ഷയില്ല കേട്ടോ. ഫുള്ള് അടിപൊളി വ്യൂ. പീലിക്കുന്ന് സൂപ്പറാണ്. പൊളി. ഒരു രക്ഷയില്ലാത്ത വ്യൂ പീലിക്കുന്നിലേക്ക്. നമ്മൾ ആ താഴേന്ന് കയറി വന്ന വഴികളാണ് ആ നൂല് പോലെ കാണുന്നത് കയറി വന്നത്. 嬉しいな。
പീലിക്കുന്നിലെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. എങ്ങോട്ട് ക്യാമറ വെച്ചാലും 360 എങ്ങോട്ട് ക്യാമറ വെച്ചാലും അതിമനോഹരമായ കാഴ്ചയാണ്. ഫുള്ള് ഗ്രീനറിയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെയും സുബിൻ ആദിഷ് സൈനിങ് ഓഫ്.